തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. CPI കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. CPI കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. വലിയ സംശയം നേടിക്കുന്ന നിലയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. BLO അറിയാതെ ധാരാളം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് അപകടം. 26 ലക്ഷം വോട്ടർമാർ പുതുതായി ഇതിലേക്ക് വോട്ടർ പട്ടികയിൽ വരുന്നു. അവരാരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കുറേ ആളുകൾ നമുക്കറിയാം. പക്ഷെ പലയിടത്തും ആരും അറിയാതെ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേരുന്നുണ്ട്. ഇത് വലിയ പ്രശ്നമായി ഉയർന്നു വരികയാണ്. വലിയ സമരം നടത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് ഓർക്കാൻ പ്രശ്നമല്ല. ആര് വോട്ട് ചെയ്യണം എന്നൊക്കെ അവർ തീരുമാനിക്കുമെന്ന് നിലയിലാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. നവാസ് ഉദ്ഘാടനം ചെയ്തു. സാക്കിളെ, ഞാൻ നിങ്ങളെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ കൗൺസിലിന് വേണ്ടി ആത്മാർത്ഥതയോടെ ഊഷ്മളതയോടെ അഭിവാദ്യം ചെയ്യുക. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇന്നത്തെ കേരള സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുകൂലമായി ഉള്ള വിധിയെഴുത്ത്. നിങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടിയാണോ പിടിച്ചത്, ആ ചെങ്കൊടി പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് ജനങ്ങളുടെ മുന്നിൽ പോയി ജനങ്ങളോട് വോട്ട് ചോദിച്ച് ആ പ്രസ്ഥാനത്തെ അവർ കൈമേയി മറന്ന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും വിജയശ്രീലാളിതരായി ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ. തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിയുമ്പോൾ ഒരു ചെറിയ നിരാശ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. CPI മണ്ഡലം സെക്രട്ടറി MK അബ്ദുൽ ജലീൽ, KK ഭാസ്കരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA പീറ്റർ, CPI മണ്ഡലം കമ്മിറ്റി അംഗം എലിസബത്ത് അസീസി, ലോക്കൽ സെക്രട്ടറി PK സത്യൻ, PK സുരേന്ദ്രൻ, H നൌഷാദ്, മുഹമ്മദ് അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് K. നവാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിരുകടന്ന ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ ഈ ഇലക്ഷനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കുമ്പളങ്ങിയുടെ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവെള്ളയ്ക്കുള്ളിൽ സുരക്ഷിതമാണ് എന്നുള്ള വളരെയേറെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഗൗരവത്തോടെയുള്ള സമീപനങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇലക്ഷനെ നേരിട്ടതും 6 വോട്ട് മുതൽ 21 വോട്ട് വരെയുള്ള വ്യത്യാസത്തിലാണ് നമ്മുടെ സഖാക്കൾക്ക് അവസരം നഷ്ടപ്പെടാനുണ്ടായ കാരണമുണ്ടായത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ കുമ്പളങ്ങിയുടെ ഭരണം കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരാനുണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം. 1-ാം വാർഡിൽ പോലും 64 വോട്ടുകൾ. 19 വാർഡിലും നമ്മുടെ LDF സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ രംഗത്ത് നിർത്തിയിരുന്നു. ശരിക്കും ഈ വേദിയിൽ, ഈ സ്റ്റേജിൽ 19 സഖാക്കൾക്കും അതുപോലെ തന്നെ ബ്ലോക്കിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കും അവരെല്ലാവരും കൂടി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.